Hi everybody, VAC, Value Added Courses for Sciences. Paper name is Framing Values, Literary and Cultural Narratives for Science. So when we come to this paper, today we are going to discuss the chapter 2023, Nobel Prize Acceptance Speech by Nerges Mohammadi. So നെർഗസ് മുഹമ്മദി നോബൽ പ്രൈസ് പുരസ്കാരം സ്വീകരിച്ച സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച്, അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകൾ, അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആരാണ് നെർഗസ് മുഹമ്മദി? അവരൊരു ഇറാനിയൻ ജേർണലിസ്റ്റാണ്, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റാണ്. സോ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടും ഫ്രീഡത്തിന് വേണ്ടിയിട്ടും ഒക്കെ പോരാടുകയും ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് കാണുന്ന സമയത്ത് ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നെർഗസ് മുഹമ്മദി എന്ന് പറയുന്നത്. സോ അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയ സമയത്ത് അവർക്ക് പറയാനുള്ള വാക്കുകളാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. So now first let's discuss the chapter. Okay, now let's discuss the chapter. See, first of all, ഈ ഒരു സ്പീച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. Gratitude and importance. Nerges Mohammadi thanks the Nobel Committee for honoring the woman life freedom movement and recognizing a human rights defender in prison. സോ ആദ്യം തന്നെ അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു നോബൽ പുരസ്കാരം ലഭിച്ചതിൽ. എസ്പെഷ്യലി ഈ പറയുന്ന വുമൺ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് തനിക്ക് കിട്ടിയൊരു വ്യക്തിഗതമായിട്ടുള്ളൊരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു ബഹുമതി അല്ല, നേരെ മറിച്ച് വുമൺ ലൈഫ് ഫ്രീഡം മൂവ്മെൻറ്റിന്, തൻ്റെ ആ ഒരു മുന്നേറ്റത്തിന്, ആ ഒരു മൂവ്മെൻറ്റിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. So Nerges Mohammadi thanks the Nobel Committee for honoring the woman life freedom movement and recognizing a human rights defender in prison. ഇപ്പോൾ ജയിലിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡറായിട്ട് റെക്കഗ്നൈസ് ചെയ്യാണ് ഇവരെ തന്നെ. അപ്പോൾ അതിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇത് എന്ന് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത്. ഷി ബിലീവ്സ് ദ പ്രൈസ് ഷൈൻസ് a light on the broader struggle for peace, freedom and democracy in Iran. ഇറാനിലുള്ള ഡെമോക്രസി, ഫ്രീഡം, അതുപോലെ തന്നെ പീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ, അല്ലെങ്കിൽ അത്തരം ഒത്തിരി സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പീസും ഫ്രീഡവും ഡെമോക്രസിയും ഒക്കെ ഇറാനിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു അംഗീകാരം ആണ് ഇത്. അല്ലെങ്കിൽ ഈ ഒരു നോബൽ പ്രൈസ് അതിനെല്ലാത്തിനെയും തിളക്കം കൂട്ടുന്നു എന്ന് പറയുകയാണ്. അതായത് സമാധാനവും ഫ്രീഡവും ഡെമോക്രസിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ, അതിനെ തിളക്കം കൂട്ടുന്ന ഒന്നാണ് ഈ ഒരു അംഗീകാരം എന്ന് പറയുകയാണ്. ദെൻ ഹെർ ഐഡൻറ്റിറ്റി ആൻഡ് സ്ട്രഗിൾസ്. She introduces herself as proud, strong Iranian woman imprisoned for her fight against oppression, discrimination and tyranny. ഒത്തിരി കാലം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ് നെർഗസ് മുഹമ്മദി. സോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സ്വയം എങ്ങനെ, ഹെർസെൽഫ് ആസ് എ പ്രൗഡ് വുമൺ. അപ്പോൾ ഇവർ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുകയാണ്. സ്ട്രോങ് ഇറാനിയൻ വുമൺ ഇംപ്രിസൺഡ് ഫോർ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഒപ്രഷൻ. ഈ ഒപ്രഷനെതിരെ, അടിച്ചമർത്തുന്ന ഈ ഒരു സപ്രസീവായിട്ടുള്ള ഒരു ഭരണത്തിനെതിരെ ഒക്കെ പോരാടിയതിൽ, ഫൈറ്റ് ചെയ്തതിൽ ജയിലിലടയ്ക്കപ്പെട്ടു. പക്ഷേ അതിൽ താൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുകയാണ്. ഈ ഡിസ്ക്രിമിനേഷനെതിരെയും ഒപ്രഷനെതിരെയും ഈ ഒരു ടിറണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുർഭരണം, അതിനെതിരൊക്കെ പോരാടിയത് കൊണ്ടാണല്ലോ താൻ ജയിലിലടയ്ക്കപ്പെട്ടത്. സോ താൻ അതിനൊക്കെ എതിരെ പോരാടിയല്ലോ, അതിൽ താൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. She describes writing from the cold, high walls of prison and how being imprisoned made her even more aware of the importance of freedom, equality and democracy. ജയിലിലടച്ചപ്പോൾ കുറച്ചുകൂടി ആവേശം കിട്ടുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. അതായത് ജയിലിലടച്ച സമയത്ത് ഈ പറയുന്ന ഫ്രീഡം, ഇക്വാലിറ്റി, ഡെമോക്രസി, അതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിനെതിരെ വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് പോരാടണം എന്നുള്ളൊരു വീറും വാശിയും ഉണ്ടാവുകയാണ് ജയിലിലടച്ച സമയത്ത് തനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുകയാണ്. The next, survival over comfort. Mohammadi says that for people like her, the struggle is not about improving life. അപ്പോൾ മുഹമ്മദി പറയുകയാണ് അപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തന്നെ പോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, the struggle is not about improving life.
അപ്പോൾ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ രംഗത്ത് അല്ലെങ്കിൽ സമര രംഗത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്, ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ബട്ട് അബൌട്ട് സ്റ്റേയിങ് അലൈവ്, ഞങ്ങൾക്ക് ജീവനോടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അതായത് ദുർഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നത്, പകരം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ലിവിങ് സേഫായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർ ഹാഷ് അതോറിറ്റേറിയൻ റൂൾ. ഇപ്പോൾ ഈ പറയുന്ന ടിറണി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ദുർഭരണം. അപ്പോൾ ആ ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള ആ ഒരു റൂൾ, അതിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെതിരാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് എന്നവർ പറയുകയാണ്. ഒരു സർവൈവലാണ് ഇത് എന്ന് പറയുകയാണ്. ആൻഡ് ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ് tyranny and war destroy not only lives. അതേപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ടിറണി, അതുപോലെ തന്നെ ലൈഫ്, ഈ ദുർഭരണവും അതുപോലെ തന്നെ വാറും, ഇതൊക്കെ ഡിസ്ട്രോയ് നോട്ട് ഓൺലി ലൈഫ്സ്, ജീവനുകളെ അല്ലെങ്കിൽ ജീവിതങ്ങളെ ഇല്ലാണ്ടാക്കുക മാത്രമല്ല ചെയ്യുക, ബട്ട് ആൾസോ ഹേർട്ട് ഹ്യൂമാനിറ്റി, ഡിഗ്നിറ്റി ആൻഡ് ഹോപ്പ്. ഹ്യൂമാനിറ്റിയെയും ഡിഗ്നിറ്റിയെയും പ്രതീക്ഷകളെയും ഒക്കെ അത് ഇല്ലാണ്ടാക്കും എന്ന് പറയുകയാണ്. Focus on people and resistance. She emphasizes the importance of the people in Iran's fight, highlighting the role of society and collective action. അപ്പോൾ ജനങ്ങളോട് പറയുകയാണ്, നമുക്ക് ഇതിനെതിരെയൊക്കെ പോരാടാൻ വേണ്ടിയിട്ടൊരു കളക്റ്റീവ് ആക്ഷനാണ് വേണ്ടത്. 1, 2, 3 ആൾക്കാർ വന്നതുകൊണ്ട് ആയില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം, വിചാരിക്കണം എന്ന് പറയുകയാണ്. ഷീ എംഫസൈസ് ചെയ്യുക പറഞ്ഞാൽ ഊന്നി പറയുക, തറപ്പിച്ചു പറയുക. ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇൻ ഇറാൻസ് ഫൈറ്റ്, ഇറാനിലുള്ള ഈ ഒരു ഫൈറ്റിൽ ജനങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഫൈറ്റ് ഹൈലൈറ്റിംഗ് ദ റോൾ ഓഫ് സൊസൈറ്റി ആൻഡ് കളക്റ്റീവ് ആക്ഷൻ. സോ സൊസൈറ്റിയുടെ റോള്, കളക്റ്റീവായിട്ടുള്ള എല്ലാവരും സമരരംഗത്തേക്ക് ഇതിനെതിരെയൊക്കെ പോരാടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്, അതൊക്കെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് സംസാരം പോകുന്നത്. എസ്പെഷ്യലി ത്രൂ ദി വുമൺ ലൈഫ് ഫ്രീഡം സ്ലോഗൻ. പ്രത്യേകിച്ചും അവർ എടുത്തു പറയുന്ന ഒന്നാണ് വുമൺ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സ്ലോഗൻ. അപ്പോൾ അത് അവരുടെ ഒരു മൂവ്മെൻ്റാണ്. അപ്പോൾ അതിൻ്റെ സ്ലോഗനൊക്കെ എടുത്തു പറയുകയാണ്. Then Muhammadi honors the many unnamed Iranian women who resist oppression. മുഹമ്മദി എന്ന് പറയുന്നത് അവരെന്ന് പറയുന്നത് ഒത്തിരി പേരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി ഫ്രീഡത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദുർനടപ്പിന് അല്ലെങ്കിൽ ദുർഭരണത്തിനെതിരെയൊക്കെ പോരാടുകയും ഹ്യൂമൻ റൈറ്റ് അതിൻ്റെ വയലേഷനൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വലിയ ഒരു പുരസ്കാരത്തിന് അർഹയായ ഒരാളാണ്. മുഹമ്മദി ഹോണേഴ്സ് ദ മെനി അൺനെയ്മഡ് ഇറാനിയൻ വിമൻ ഹു റെസിസ്റ്റ് ഒപ്രഷൻ. അപ്പോൾ ഇവരെപ്പോലെ ഒത്തിരി സ്ത്രീകളുണ്ട്, ഒത്തിരി ഒരു സമരരംഗത്തേക്ക് വന്ന ഒത്തിരി സ്ത്രീകൾ, പേര് പോലും അറിയാത്ത ഒത്തിരി സ്ത്രീകളുണ്ട്. അവരോടൊക്കെയുള്ളൊരു കടപ്പാട് അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് അവസാനിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നൊബേൽ പ്രൈസ് പുരസ്കാരം എന്ന് പറയുന്നത് അധികം എല്ലാവർക്കും കിട്ടുന്ന ഒരു പുരസ്കാരമൊന്നുമല്ല. കഴിവും അർഹതയും ഉള്ളവർക്ക് മാത്രം എണ്ണപ്പെട്ട് കിട്ടുന്ന ഒന്നാണ് നൊബേൽ പുരസ്കാരം. സോ നൊബേൽ പുരസ്കാരം കിട്ടുന്ന സമയത്ത് ആ ഒരു വേളയിൽ നെർഗസ് മുഹമ്മദിക്ക് പറയാനുള്ള വാക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരെ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഡെമോക്രസിക്ക് വേണ്ടിയിട്ട്, ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് കാണുന്ന സമയത്ത് അത് എങ്ങനെ അതിനെ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം സ്വീകരിക്കുന്ന സമയത്ത് ആരെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ആർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. So students, I think hope you understood. Anyway, bye all. Thank you.